നമ്മൾ പല ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടും മൊബൈലിൽ നിന്നും സ്ക്രീൻഷോട്ടുകൾ എടുക്കുന്നവരാണല്ലേ. എന്നാൽ ഒരു ആപ്ലിക്കേഷന്റെയും സഹായമില്ലാതെ സ്ക്രീൻഷോട്ടുകൾ എടുക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് മെത്തേഡുകൾ നമ്മുടെ മൊബൈലിൽ തന്നെയുണ്ട്. അതിൽപ്പെട്ട എളുപ്പമായിട്ടുള്ള 2 മെത്തേഡുകളാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്പെടാതിരിക്കില്ല. അതുകൊണ്ട് വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കാണുക, എന്നിട്ട് നിങ്ങൾ അഭിപ്രായം അറിയിക്കുക. ഇതുപോലുള്ള ടെക്നോളജി പരമായിട്ടുള്ള വീഡിയോകൾ ദിവസവും നിങ്ങൾക്ക് ലഭിക്കാൻ ഞങ്ങളുടെ ഈ ചാനൽ ഫോളോ ചെയ്യാൻ മറക്കരുത്. നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം. സാധാരണ നമ്മൾ കാണാറുണ്ട് കൈവെള്ള കൊണ്ട് ഇങ്ങനെ തടവി കഴിഞ്ഞാൽ സ്ക്രീൻഷോട്ട് ആകുന്നത്. പക്ഷേ ഞാൻ തടവുമ്പോൾ ഇവിടെ സ്ക്രീൻഷോട്ട് ആകുന്നില്ല. ഓക്കെ, പക്ഷേ അതിനായിട്ട് നമുക്ക് സെറ്റിംഗ്സിൽ ചെറിയൊരു മാറ്റം വരുത്താനുണ്ട്. മൊബൈലിലെ സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്യാം. എന്നിട്ട് കുറച്ച് താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ അഡ്വാൻസ്ഡ് ഫീച്ചേഴ്സ് എന്ന ഭാഗമുണ്ട്. അവിടെ നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഇവിടെ മോഷൻ ആൻഡ് ഗസ്റ്റേഴ്സ് എന്ന ഭാഗമുണ്ട്. അവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്തതിന് ശേഷം കുറച്ച് താഴേക്ക് വരാം. കുറച്ച് താഴേക്ക് വന്നു കഴിഞ്ഞാൽ പാം സ്വൈപ്പ് ടു ക്യാപ്ചർ എന്ന ഭാഗം ഓഫിൽ കിടക്കുന്ന കാണാൻ സാധിക്കും. അതൊന്ന് ഓൺ ചെയ്താൽ മതി. ഇനി നിങ്ങൾ കൈവെള്ള കൊണ്ട് ഇങ്ങനെ തടവി കഴിഞ്ഞാൽ സ്ക്രീൻഷോട്ട് ആവും. കണ്ടോ, ഇവിടെ സ്ക്രീൻഷോട്ട് ആയിട്ടുണ്ട്. മൊബൈലിൻ്റെ ഏത് ഭാഗവും നമുക്കിതുപോലെ സ്ക്രീൻഷോട്ട് എടുക്കാൻ സാധിക്കും. ഇവിടെയും ഞാൻ കൈവെള്ളം കൊണ്ട് തടവുകയാണ്, സ്ക്രീൻഷോട്ട് ആകുന്നുണ്ട്. പക്ഷേ ഇതിനേക്കാളും എളുപ്പമായിട്ടുള്ളൊരു മാർഗ്ഗമുണ്ട്. അതെന്താണെന്ന് നമുക്കൊന്ന് നോക്കിയാലോ. പല ആളുകൾക്കും ഇത് അറിയുന്ന സംഭവം തന്നെയാണ്, പക്ഷേ ഇതുവരെ ഈ കാര്യം നിങ്ങൾ ഉപയോഗിച്ച് നോക്കിയിട്ടേ ഉണ്ടാകുകയില്ല. അതിനായിട്ട് നമ്മൾ ചെയ്യേണ്ടത് മൊബൈലിൻ്റെ സെറ്റിംഗ്സ് ഒന്ന് ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്തതിന് ശേഷം കുറച്ച് താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ ആക്സസിബിലിറ്റി എന്ന ഓപ്ഷൻ നിങ്ങൾ കാണാൻ സാധിക്കും. അവിടെ നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഇവിടെ ഇൻറ്ററാക്ഷൻ ആൻഡ് ഡെക്സ്റ്ററിറ്റി എന്ന ഓപ്ഷൻ കാണാൻ സാധിക്കും. അവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. ഇവിടെ അസിസ്റ്റൻറ്റ് മെനു എന്ന ഓപ്ഷൻ കാണാൻ സാധിക്കും. ഓഫിലാണെങ്കിൽ ഓൺ ചെയ്ത് കൊടുത്തിട്ട് പെർമിഷൻ അലോ ചെയ്ത് കൊടുക്കുക. ഇവിടെ ഒരു ഐക്കൺ വന്ന് കിടക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. തീർന്നില്ല, ഇവിടെ അസിസ്റ്റൻറ്റ് മെനു എന്ന ഈ ഒരു എഴുത്തിൽ നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഇവിടെ സെലക്ട് അസിസ്റ്റൻറ്റ് മെനു ഐറ്റംസ് എന്ന ഭാഗം ക്ലിക്ക് ചെയ്യുക. ഇവിടെ അസിസ്റ്റൻറ്റ് മെനുവിൻ്റെ അകത്തുള്ള ഒരുപാട് ഐക്കണുകൾ മുകളിൽ കാണാൻ സാധിക്കും. ഇല്ലാത്തത് നമുക്ക് താഴെ നിന്ന് ഡ്രാഗ് ചെയ്തിട്ട് മുകളിലേക്ക് കൊണ്ടുവരാം. അതുപോലെ തന്നെ ഉള്ളത് നമുക്ക് അതിൽ നിന്നും ഒഴിവാക്കാനും സാധിക്കും. നമുക്കിപ്പോൾ സ്ക്രീൻഷോട്ടിൻ്റെ എളുപ്പമാർഗ്ഗമാണല്ലോ വേണ്ടത്. ഇതിൻ്റെ അകത്ത് തന്നെ ഇവിടെ സ്ക്രീൻഷോട്ട് നിങ്ങൾ കാണാൻ സാധിക്കും. അത് മാത്രം വെച്ചിട്ട് ബാക്കിയൊക്കെ ഇങ്ങനെ ഒഴിവാക്കുക, ഡിലീറ്റ് ചെയ്ത് കളയുക. സ്ക്രീൻഷോട്ട് ഒഴിവാക്കരുത്, അത് മാത്രം അവിടെ വെക്കുക. സ്ക്രീൻഷോട്ട് അവിടെ ഉണ്ട്. ഇവിടെ ബാക്കിയൊക്കെ നമുക്ക് ഇതുപോലെ ഒഴിവാക്കി കളയുക. സ്ക്രീൻഷോട്ട് മാത്രം ഇവിടെ വെക്കുക. ഓക്കെ, അതിനുശേഷം നിങ്ങൾ ബാക്ക് വരിക. ബാക്ക് വന്നു കഴിഞ്ഞാൽ ആ ഒരു ഐക്കൺ നിങ്ങൾക്ക് എവിടെയാണ് എളുപ്പം അവിടെ നിങ്ങൾ വെക്കുക. ഇപ്പോൾ ഇവിടെ ഞാൻ വെച്ചിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്താൽ മതി. കണ്ടോ, നമുക്ക് സ്ക്രീൻഷോട്ട് ആകും. മൊബൈലിൻ്റെ ഏത് ഭാഗവും നമുക്ക് വളരെ എളുപ്പത്തിൽ സ്ക്രീൻഷോട്ട് എടുക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ് ഇത്. ഓക്കെ, ആ ഒരു ഐക്കണിൽ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്താൽ മാത്രം മതി. ഒരു ആപ്ലിക്കേഷൻ്റെയും സഹായമില്ലാതെ നമുക്ക് ഈ ഒരു കാര്യം ചെയ്യാൻ സാധിക്കും. ഇനി നിങ്ങൾ ഗൂഗിളിൽ എന്തെങ്കിലും സെർച്ച് ചെയ്യുകയാണെങ്കിൽ അതും നിങ്ങൾക്ക് ഇപ്പോൾ ഈ ഒരു ഭാഗം സ്ക്രീൻഷോട്ട് എടുക്കണം എന്നുണ്ടെങ്കിൽ ആ ഒരു ഐക്കൺ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്താൽ മതി. ഓക്കെ, ഇങ്ങനെ നിങ്ങൾക്ക് നിങ്ങളുടെ മൊബൈലിലുള്ള ഈ ഒരു അസിസ്റ്റൻറ്റ് മെനു ഉപയോഗിച്ചിട്ട് ഏത് ഭാഗവും വളരെ എളുപ്പത്തിൽ സ്ക്രീൻഷോട്ട് എടുക്കാൻ സാധിക്കും. ഇത് പല ആളുകൾക്കും അറിയുന്ന സംഭവം തന്നെയാണ്, പക്ഷേ ഈ രൂപത്തിൽ സെറ്റ് ചെയ്യുന്നത് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടാകുക. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് അറിവുള്ളതാണെങ്കിലും അറിയാത്തവർക്ക് വേണ്ടി ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റിൽ അറിയിക്കാനും മറക്കരുത്. ഓക്കെ, ഇതിൽ കാണിച്ച 2ാമത്തെ മെത്തേഡ് തീർച്ചയായിട്ടും നിങ്ങൾക്ക് അറിയുന്നത് തന്നെയായിരിക്കും, പക്ഷേ നിങ്ങൾ ഇതുവരെ ഉപയോഗിക്കാത്തതായിരിക്കും. എന്തായാലും നിങ്ങൾ കമന്റിൽ അറിയിക്കാൻ മറക്കരുത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് വീഡിയോ ഷെയർ ചെയ്തെത്തിക്കുക. അതുപോലെ തന്നെ വീഡിയോ കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ കമന്റായി രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ചാനൽ നിങ്ങൾ ഇതുവരെ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അടുത്ത നല്ലൊരു വിഷയമായി അടുത്ത അവസരത്തിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.